ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റൂളിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കാണാൻ പോവാം. പ്രൊഡക്റ്റ് റൂൾ ഓർമ്മയുണ്ടല്ലോ, നമുക്ക് രണ്ട് ഫംഗ്ഷൻസിനെ മൾട്ടിപ്ലിക്കേഷനിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്നൊക്കെയാണ് നമ്മൾ പ്രൊഡക്റ്റ് റൂളിനെ പറ്റി പറയും. അപ്പോൾ ആ ഒരു റൂളിനുള്ള പ്രോബ്ലംസിനെയാണ് ആദ്യം ഇന്ന് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്കുള്ള കൗണ്ടർ മെഷേഴ്സ്, അതായത് ആ പ്രോബ്ലത്തിന് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കൂടിയാണെന്ന് നമ്മൾ നോക്കാൻ പോകണം. ലെറ്റ് സപ്പോസ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക, എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ടാൻ എക്സ്. ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് മാക്സിമം രണ്ട് ഫംഗ്ഷനുകൾ ഈസിയായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ടോട്ടൽ 4 ഫംഗ്ഷൻ ഉണ്ട്. 4 ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ ഒറ്റയടിക്ക് പറ്റില്ല. വേണമെങ്കിൽ ചില ആൾക്കാർ പറയും പാർട്സ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയും. അതായത് എനിക്ക് വേണമെങ്കിൽ ഈ ആദ്യത്തെ 3 ഫംഗ്ഷനെ ക്ലബ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ എന്ന് പറയാം. ഈ ടാൻ എക്സിനെ മാത്രം എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയും. അങ്ങനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് എന്താ വരിക, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് മുഴുവൻ വരും. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് വരും, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇനി എന്തിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ മൊത്തം എടുക്കണം, അതായത് എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് എടുക്കണം. സോ ദിസ് ഈസ് വൺ വേ ഹൗ വി ക്യാൻ ഡു ദിസ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഈ 3 ഫംഗ്ഷനുകൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇതിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം, ഈ സൈൻ എക്സിന് മാത്രം സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഈ രീതിയിൽ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോകും. ദാറ്റ് ഈസ് എ പോസിബിൾ വേ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ട്രിക്കി ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള മെത്തേഡാണ്. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിലോ എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നിങ്ങൾ ഇതുവരെ പ്രൊഡക്റ്റ് റൂൾ, കോഷ്യൻ്റ് റൂൾ, ചെയിൻ റൂൾ വരെ മാത്രം പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് പ്രൊഡക്റ്റ് റൂളിൻ്റെയോ കോഷ്യൻ്റ് റൂളിൻ്റെയോ ചെയിൻ റൂളിൻ്റെ ഉള്ളിൽ വരുന്നൊരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ അല്ല. ശരിയല്ലേ? ചെയിൻ റൂളിൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് വരില്ല എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഇത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 റേസ് ടു സൈൻ എക്സ് എന്ന് വരികയാണെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ സൈൻ എക്സ് റേസ് ടു 5 എന്ന് വരികയാണെങ്കിൽ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിക്കാം. റേസ് ടു 5ൻ്റെ ഉള്ളിൽ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് വരുന്നു. ഇവിടെ എന്താ 5 റേസ് ടു എക്സിൻ്റെ ഉള്ളിൽ എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ എക്സ് വന്നിരിക്കുന്നു. ഇതുകളൊക്കെ നമുക്ക് ചെയിൻ റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതുപോലെ 2 കേസും ഫങ്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് എന്തായാലും നിങ്ങൾക്കൊരു കഥ അറിയില്ല. അപ്പോൾ ഈ പ്രോബ്ലത്തിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുതിയ മെത്തേഡ് ഓഫ് ഡിഫറൻഷ്യേഷനാണ് ലൊഗാരിത്മിക് ഡിഫറൻഷ്യേഷൻ. ഇവിടെ ഡിഫറൻഷ്യേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പുതിയതായിട്ടൊന്നും വരുന്നില്ല. പക്ഷേ ലോഗ് എന്ന് പറയുന്ന സാധനം, ലോഗ് എക്സ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും മുമ്പ്. ലോഗ് എക്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഗിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണോ? അപ്പോൾ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ലൊഗാരിത്മിക് ഡിഫറൻഷ്യേഷനിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടീസ് ഇതാണ്. ലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഡിവിഷനിൽ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ലോഗിൻ്റെ ഉള്ളിൽ എ ഇൻറ്റു ബി എന്ന് പറയുന്ന 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പിടിച്ച് ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയാം. അതുപോലെ എ ബൈ ബി, എയും ബിയും ഡിവിഷനിലാണെങ്കിൽ നമുക്ക് അതിനെ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയാം. അതായത് ലോഗ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ലോഗിൻ്റെ ഗുണം അല്ലെങ്കിൽ ലോഗിൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗ് പിടിച്ച് മൾട്ടിപ്ലിക്കേഷനെ പ്ലസ് ആക്കും, മൾട്ടിപ്ലിക്കേഷനെ പിടിച്ച് പ്ലസ് ആക്കി അതുപോലെ ഡിവിഷനെ പിടിച്ച് മൈനസ് ആക്കും. ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഈ ഒരു സാധനത്തിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ലോഗ് എ റേസ് ടു ബി, ലോഗിൻ്റെ ഉള്ളിൽ എ റേസ് ടു ബി ആണെങ്കിൽ ഈ ബി എന്ത് ചെയ്യും, ഫ്രണ്ടിലേക്ക് വരും. അപ്പോൾ ബി ഇൻറ്റു ലോഗ് എന്ന് വരും.
ഇത് ആക്ച്വലി ഈ സാധനമില്ലേ ലോഗ് എ ഇൻറ്റു ബി അതിൻ്റെ തന്നെ ഒരു ഡിറൈവ്ഡ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഇത് ഓർത്ത് വെച്ചാൽ മതി. ഈ പവർ ഫ്രണ്ടിലോട്ട് വരുന്നു കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ലോഗാരിത്മിക് ഡിഫറൻഷിയേഷൻ ആക്ച്വലി ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ലോഗിനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറയണു. ലോഗിൻ്റെ പ്രത്യേകത മൾട്ടിപ്ലിക്കേഷനെ അത് അഡീഷൻ ആക്കും, ഡിവിഷൻ അത് സബ്ട്രാക്ഷൻ ആക്കും. ഇത് എന്തുകൊണ്ട് യൂസ്ഫുൾ ആവണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ പ്രീവിയസ് ക്വസ്റ്റ്യൻ, നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചേർന്നത് ഇതായിരുന്നു. ഇതിനെ നമ്മൾ വീണ്ടും ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഡിഫറൻഷിയേഷനിൽ നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല. ഡിഫറൻഷിയേഷനെ ഈസി ആക്കാനായിട്ടുള്ളൊരു മെത്തേഡിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സാധനത്തിന് x² e⁻x sin x × tan x എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമാവുന്ന രീതിയിൽ ഈസി ആക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ട്, അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് ഇവിടുത്തെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഞാൻ ഈ സാധനത്തിന് ഫുള്ളിന് പിടിച്ച് y എന്ന് വിളിക്കാൻ പോവുക. അപ്പോൾ എൻ്റെ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dy/dx കണ്ടുപിടിക്കണം. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ, ലോഗിൻ്റെ പ്രോപ്പർട്ടീസിനെ എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യാൻ പോവുക. ഞാൻ log y, അപ്പോൾ എന്തായിരിക്കും ശ്രദ്ധിച്ച് നോക്കണം. ലോഗിൻ്റെ പ്രത്യേകത എന്താ, മൾട്ടിപ്ലിക്കേഷനെ പിടിച്ചത് അഡീഷൻ ആക്കും. അപ്പോൾ ഇവിടെ ഇത്ര മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോരും അഡീഷൻ വരും. ഇപ്പോൾ ലോഗ് x² പ്ലസ് ലോഗ് e⁻x പ്ലസ് ലോഗ് sin x പ്ലസ് ലോഗ് tan x. ഇതാണ് എനിക്ക് ലോഗ് വൈൻ്റെ വാല്യൂ വരിക. ശരിയല്ലേ? ഇനി ഞാൻ ഈ ഒരു എക്സ്പ്രഷനെ എക്സിൻ്റെ റെസ്പെക്റ്റിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ ഒരു എക്സ്പ്രഷനെ ഞാൻ എക്സിൻ്റെ റെസ്പെക്റ്റിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, സോ എനിക്ക് എന്താ കിട്ടുക, ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1/y എന്ന് കിട്ടും. ഇനി വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് dy/dx കിട്ടും. ഓർക്കണം, dy/dx ആണ് എനിക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം. അതവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ലോഗ് ഓഫ് x², ഉള്ളിൽ പവർ ഉണ്ടെങ്കിൽ ആ പവറിന് എന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞു. ഇവിടെ x² ഉണ്ട്, ഈ പവറിനെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും. അപ്പോൾ 2 log x എന്ന് വരും. പ്ലസ് ഇവിടെയും പവർ ഉണ്ട്, പവറിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ x log e എന്ന് വരും. പ്ലസ് log sin x പ്ലസ് log tan x. ഓക്കെ, ഇനി ശ്രദ്ധിച്ച് നോക്കണം, ലോഗ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ലോഗ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി 1 ആണ്. സോ ഈ ഒരു എക്സ്പ്രഷൻ വരാൻ പോകുന്നത് 2 log x പ്ലസ് x പ്ലസ് ലോഗ് ഓഫ് സൈൻ എക്സ് പ്ലസ് ലോഗ് ഓഫ് ടാൻ എക്സ് എന്നാണ്. ഇനി ഇതിലത്തെ ഓരോ എക്സ്പ്രഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനത്തിന് മുഴുവനെ പിടിച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. നമ്മുടെ ഡെറിവേറ്റീവ് അല്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളിനി ഇവരെ മൊത്തത്തെ പിടിച്ച് എന്ത് ചെയ്താൽ മതി, d/dx ചെയ്താൽ മതി. ഇവിടുത്തെ കേസിലാണ് d/dx ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു d/dx ഉണ്ട്, ഈ d/dx ചെയ്താൽ മതി. സിമ്പിളല്ലേ, എളുപ്പമല്ലേ? അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, d/dx ചെയ്യുമ്പോൾ 2 അങ്ങനെ തന്നെ log x-നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1/x എന്ന് കിട്ടും. പ്ലസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1 എന്ന് കിട്ടും. ഇവന്മാർ കഴിഞ്ഞു. പ്ലസ് ലോഗ് ഓഫ് സൈൻ എക്സിനെ നമ്മൾ ചെയിൻ റൂൾ വഴി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 1/sin x എന്ന് കിട്ടും. ഇൻറ്റു സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് cos x എന്ന് കിട്ടും. പ്ലസ് ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 1/tan x എന്ന് കിട്ടും. ടാൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് sec²x എന്ന് കിട്ടും. സോ എനിക്ക് എന്ത് കിട്ടി, 1/y dy/dx is equal to ഈ 2/x പ്ലസ് 1 പ്ലസ് cos x/sin x എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ cot x എന്ന് വന്നു. പ്ലസ് 1/tan x എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ വീണ്ടും cot x എന്ന് വന്നു.
ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ, ഇതാണ് എൻ്റെ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. എനിക്ക് വേണ്ടത് എന്താ? ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ടാൻ എക്സ് ഇൻറ്റു ഈ ഫുൾ ബ്രാക്കറ്റാണ്, അതായത് 2/x പ്ലസ് 1 പ്ലസ് കോട്ട് എക്സ്. അങ്ങനെ 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 ഈ സാധനം എന്ത് ചെയ്യും? പോവും. ഒരു സെക്കൻഡ്. ഓക്കെ, പ്ലസ് കോട്ടെക്സിനെ ഞാൻ കോമൺ എടുക്കുകയാണ്, കാരണം എനിക്ക് എഴുതാൻ മടിയാണ്. 1 പ്ലസ് സീക്ക് സ്ക്വയർ എക്സ്. ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മൾ നേരത്തെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആ ലോങ് ആയിട്ടുള്ള ഓരോ, അതായത് ആദ്യത്തെ 4 ഫംഗ്ഷനിൽ 3 ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക, നാലാമത്തവനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വിളിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത്, പിന്നെ ആ ബാക്കി 3 രണ്ടാൾക്കാരെ ഫസ്റ്റ് ഫംഗ്ഷനും മൂന്നാമത്തവനെ സെക്കൻഡ് ഫംഗ്ഷൻ വെച്ച് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്നതിനായിട്ട് എളുപ്പമല്ല ഈ മെത്തേഡ്. സോ ഇവിടെയാണ് ലോഗിൻ്റെ പ്രോപ്പർട്ടികൾ വളരെയധികം യൂസ്ഫുൾ വരുന്നത്. ലോഗിൻ്റെ പ്രത്യേകതകൾ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആവാൻ പ്ലസ് ആക്കും, ഡിവിഷൻ ആവാൻ മൈനസ് ആക്കും. ആ പ്രോപ്പർട്ടി ഇവിടെ ഇതുകൊണ്ടാണ് യൂസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ വെച്ചിരുന്ന മറ്റേ ക്വസ്റ്റ്യനും കൂടിയും ഇതേ രീതിയിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി തുടങ്ങും എന്താ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ സാധനത്തിന് മൊത്തം പിടിച്ച് y എന്ന് വിളിക്കാൻ പോവാണ്. കണ്ടുപിടിക്കേണ്ടത് dy ബൈ ഡി എക്സ് ആണ്. എന്താ ചെയ്യാൻ പോകുന്നത്? ഒബ്വിയസ്ലി ലോഗ് y കണ്ടുപിടിക്കുകയാണ്. ലോഗ് y ഈസ് ഈക്വൽ ടു എന്താ വരിക? സൈൻ എക്സ് പവർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ സൈൻ എക്സ് ലോഗ് എക്സ് എന്ന് വരും. ഇനി പിടിച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുക, ഡി ബൈ ഡി എക്സ് ചെയ്യാൻ പോവുക മൊത്തത്തിൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ലോഗിന് ചെയ്യുമ്പോൾ നമുക്ക് 1/y എന്ന് കിട്ടും. ഇനി നമ്മൾ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy ബൈ ഡി എക്സ് എന്ന് കിട്ടും. ദസ് ഈക്വൽ ടു ഈ സാധനത്തിന് നമുക്കിനി എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും? ഇതിന് ഇനി നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏത് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിനെ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അല്ല, നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ലോഗ് വൈ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് ലോഗ് ഓഫ് ലോഗ് വൈ എന്ന് ഒന്നുകൂടിയും പോവാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ പോവാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്ക് ലോഗ് സൈൻ എക്സ് പ്ലസ് ലോഗ് ഓഫ് ലോഗ് എക്സ് എന്ന് വരും. എന്നിട്ട് പിന്നെ വീണ്ടും ഇതിന് ഡിഫറൻഷ്യേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ പിന്നെ ഇതാകെ 2 ഫംഗ്ഷൻ മാത്രം ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് പ്രൊഡക്റ്റ് റൂളിലോട്ട് പോവുക. സോ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് എക്സ് എന്ന് കിട്ടും. ഇത് കഴിഞ്ഞിട്ടില്ല. നമുക്കിതുവരെ കിട്ടിയിരിക്കുന്നത് 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ്. നമ്മൾ ഇനി ഈ വൈനെ പിടിച്ച് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് മൾട്ടിപ്ലിക്കേഷനിലേക്ക് ഇടണം. y എന്താ? എക്സ് റേസ് ടു സൈൻ എക്സ്. സോ ഇൻറ്റു സൈൻ എക്സ് ഓവർ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. മനസ്സിലായ? സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ലോഗിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഡിഫറൻഷിയേഷനുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈസിയർ ആക്കിയിട്ടുള്ളത്. ഓക്കെ, നൗ വി വിൽ ബി ഡൂയിങ് 2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് ടു ഫിക്സ് ദിസ് കോൺസെപ്റ്റ്. ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ 2 സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇവിടെ നോക്കുക, ഒബ്വിയസ്ലി മനസ്സിലായി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നൊരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. മൊത്തം സാധനം, അതായത് എക്സ് പ്ലസ് 1 റേസ് ടു ദ പവർ 3/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 2/3 പ്ലസ് 1. മൊത്തം പിടിച്ചിട്ട് y എന്ന് വിളിക്കുകയാണ്. എന്താ ഗുണം? ഞാൻ ലോഗ് y എന്ന് വിളിച്ചാൽ, അല്ല ഞാൻ ലോഗ് y കണ്ടുപിടിച്ചാൽ എന്താ വരിക? മൾട്ടിപ്ലിക്കേഷനെ പ്ലസ് ആക്കും. അത് മറക്കരുത്, മൾട്ടിപ്ലിക്കേഷനെ അവൻ പ്ലസ് ആക്കും. സോ ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 റേസ് ടു ദ പവർ 3/2 പ്ലസ് ലോഗ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1, അല്ല എക്സ് സ്ക്വയർ പ്ലസ് 1. ഡിവിഷനെ അവൻ മൈനസ് ആക്കും. സോ ഇവിടെ താഴ്ത്തല്ലേ ഇവിടെ കിടക്കുന്നത്. സോ മൈനസ് ലോഗ് ഓഫ് എക്സ് റേസ് ടു 2/3 പ്ലസ് 1. ഇനി വീണ്ടും എന്താ? നമ്മുടെ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ഡി ബൈ ഡി എക്സ്. ഓക്കെ, ഈ സാധനത്തിന് പിടിച്ച് നമ്മൾ ഡി ബൈ ഡി എക്സ് ചെയ്യാം.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/y എന്ന് കിട്ടും. ഇനി വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ dy/dx എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ വീണ്ടും ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇതിന് മുമ്പ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ 3/2 വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ ഞാൻ അതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നേക്കാണ്. സോ ഇതെന്ത് വരും? ഇത് നമ്മുടെ കയ്യിൽ 3/2 ടൈംസ് log of x+1 എന്ന് വരും. യെസ്, സോ 3/2 അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 3/2 ഇൻറ്റു. ഇനി നമ്മൾ ഈ ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x+1 എന്ന് വരും. ഇനി നമ്മൾ ഇനി x+1 നമ്മൾ ചെയിൻ റൂൾ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. ആദ്യത്തേത് കഴിഞ്ഞു, രണ്ടാമത്തേലേക്ക് പോവാണ്. ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും 1/x² + 1 എന്ന് കിട്ടും. ഇനി x² + 1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x എന്ന് കിട്ടും. പ്ലസ് അല്ല മൈനസ്. ലോഗിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/x⁻² + 1 എന്ന് കിട്ടും. ഇനി x⁻² + 1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x⁻⁻1/3 ടൈംസ് 2/3 എന്ന് കിട്ടും. ശരിയല്ലേ? ശരിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി നമുക്കപ്പോൾ നമ്മുടെ എന്താ പറയുക, 1/y × dy/dx കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഈ വൈനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷനിൽ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് dy/dx is equal to y into ഈ ഫുൾ ബ്രാക്കറ്റ് എന്ന് വരും. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞല്ലോ എഴുതാൻ നല്ല മടി. ഓക്കെ, ഇനി നമ്മൾ പിടിച്ചിട്ട് വൈൻ്റെ സ്ഥാനത്ത് എന്തിടണം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യനെ തന്നെ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ക്വസ്റ്റ്യനെ തന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ x+1/3/2, അതായത് നമ്മൾ ഈ വാല്യൂനെ അങ്ങ് പിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ y ഇൻറ്റു വൈൻ്റെ സ്ഥാനത്തെ വാല്യൂ നമ്മൾ മൊത്തം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടൈംസ് ഈ മുഴുവൻ ബ്രാക്കറ്റ്. ബേസിക്കലി യു ഗെറ്റ് ദ ജനറൽ ഐഡിയ. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഭയങ്കര വലുതായില്ലേ? ഒരൊറ്റ സ്ക്രീനിലേക്ക് പ്രസൻറ്റ് ചെയ്യാമെന്ന് ഞാൻ നോക്കട്ടെ. യെസ്, ഐ ക്യാൻ ഡു ദിസ്. ഇതായിരിക്കും നമ്മുടെ ബേസിക്കലി ആൻസർ വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടിയും ചെയ്യാം, ജസ്റ്റ് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ദി ഐഡിയ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇവിടെ ലോഗ് ഉപയോഗിക്കാൻ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? ഇടയ്ക്കുള്ളത് മൾട്ടിപ്ലിക്കേഷനല്ല ഡിവിഷനും അല്ല, ഇതൊരു അഡീഷനാണ്. ലോഗ് മൾട്ടിപ്ലിക്കേഷനെ പിടിച്ച് അഡീഷനൊക്കെ ചെയ്യുക, അഡീഷനെ പിടിച്ച് മൾട്ടിപ്ലിക്കേഷൻ അല്ല. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ എ എന്ന് വിളിക്കാം, ഈ ഒരു ഫംഗ്ഷനെ ബി എന്ന് വിളിക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ആലോചിക്കുക, ഞാൻ ഈ ഫുൾ സാധനത്തിന് sin x raised to x പ്ലസ് sin of x raised to x ഇല്ലേ, ഇതിനെ ഞാൻ y എന്ന് വിളിക്കുകയാണെങ്കിൽ എൻ്റെ d/dx ഓഫ് ഈ വൈനെ ഞാൻ d/dx ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടണ്ടേ? എനിക്ക് ആക്ച്വലി കിട്ടേണ്ടത് ഇതാണ് എൻ്റെ എ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ എനിക്ക് കിട്ടേണ്ടത് എന്താ? d/dx ചെയ്യുമ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ എനിക്ക് വരിക dA/dx പ്ലസ് dB/dx അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഈ ലോഗാരിത്മിക് ഡിഫറൻഷിയേഷൻ വെച്ച് d/dx ഓഫ് sin x raised to x സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിക്കുക.
എന്നിട്ട് അത് dA/dxൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരിക? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വീണ്ടും നമ്മൾ നേരത്തെ യൂസ് ചെയ്തേക്കണം, ഇതുവരെ യൂസ് ചെയ്തേക്കണം അതേ ലോജിക്കാണ്. ഞാനിപ്പോൾ പോയിട്ട് എനെ പിടിച്ചിട്ട് sin x raised to power x എന്ന് വിളിക്കാൻ പോവാം. അങ്ങനെയാണെങ്കിൽ log a എന്ന് പറയുന്നത് എന്ത് വരും? log a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പവർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ x sin x എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 1 ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ 1/a ടൈംസ് dA/dx is equal to, ഇനി നമുക്ക് ഈ സാധനത്തിനെ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം ആകെ 2 ആൾക്കാരേ ഉള്ളൂ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് dA/dx ആണ്. ഓക്കെ, സോ ആ dA/dx നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എനെ പിടിച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷനിലേക്ക് ആക്കിയാൽ മതി. ഇവിടെ ഡിവിഷനിലാണ്, അങ്ങോട്ട് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുന്നു മാത്രം. സോ x sin x raised to x ഇൻറ്റു x cos x പ്ലസ് നമ്മുടെ കയ്യിൽ sin x എന്ന് വരും. സോ ഈ രീതിയിൽ നമ്മൾ dA/dx കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഈ ബീൻ്റെ dB/dx കണ്ടുപിടിക്കാം. b is equal to sin of x raised to x എന്ന് എടുക്കുക. ഇതേ രീതിയിൽ log b കണ്ടുപിടിക്കുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, dB/dx വേറെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ആ dA/dxനെ ഈ dA/dxനെ ഈ dB/dxൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടോട്ടൽ ആൻസർ കിട്ടും, വിച്ച് ഈസ് യുവർ dB/dx. സോ ഈ ഒരു ലോജിക്കും മറക്കരുത്, ഈ ഒരു ക്വസ്റ്റ്യൻ മറക്കരുത്. നമ്മൾ ഒരു കാര്യവും മറക്കരുത്, പ്ലസ് വരുമ്പോൾ അവിടെ നമുക്ക് ലോഗ് യൂസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് പറ്റില്ല. അതിലത്തെ ഓരോ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഫംഗ്ഷൻ, അതായത് എ ബി പോലത്തെ ഓരോരോ ഇൻഡിവിജ്വൽ ഫംഗ്ഷൻ്റെ മേത്ത് നമുക്ക് വേണമെങ്കിൽ ലോഗാരിത്മിക് ഡിഫറൻഷിയേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ ട്യൂൺഡ്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഓൾ. ഗുഡ് ബൈ.